പൈശാചികമായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ബോധം ഉണ്ടാവണം. ഈ ദൈവമായ ഒരു ബന്ധം ഉണ്ടാവണം. യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കിയാൽ മാത്രം മതി പൈശാചികമായ ലോകത്താണോ നിങ്ങൾക്ക് ജീവിക്കുന്നത് അല്ലെന്നൊക്കെയുള്ള ബോധ്യം ഉണ്ടാവുക. എന്നാൽ ഓറസെക്സ് പോലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് ആ ബോധമൊന്നുമില്ല. അവർക്ക് സാത്താൻ്റെ സന്ധികളാണെന്നുള്ള തിരിച്ചറിവ് കൂടിയില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനിതൊക്കെ പറയുന്നതിൻ്റെ കാര്യം, ഞാൻ കുംഭകോണം ടീപ്പല്ലൂർ താമസിക്കുന്ന സമയത്ത് എൻ്റെ പ്രധാന ശത്രുവിൻ്റെ മുഖത്ത് ജനനേന്ദ്രിയം കാണുകയും ആ ജനനത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോയി തോണ്ടുന്ന ഒരു സ്വപ്നം ദൈവം എനിക്ക് കാണിച്ചു തന്നു. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, സ്റ്റേറ്റ് വിട്ട് ഒരു അച്ഛനും മോളും മാത്രമായി പോയി താമസിക്കുന്ന സമയത്ത് ഒരു സമയമാകുമ്പോൾ അവരൊക്കെ മദ്യപിച്ച് നിരന്തരം പോഷകരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ യേശുക്രിസ്തു അല്ലാത്തതുകൊണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ദേഷ്യം പിടിക്കും, ഞാൻ തിരിച്ച് പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കാൻ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഏറ്റവും ഒടുവിൽ വാക്കേറ്റവും അടിപിടിയും വെട്ടും കുത്തും കൊലപാതകമൊക്കെ സംഭവിക്കും. ദൈവത്തിനറിയാം. ദൈവത്തിന് എന്നെ വേണമെന്നുള്ളത് കൊണ്ട് ദൈവം എനിക്ക് സ്വപ്നം കാണിച്ചു തരും. അവർ അത്തരം പ്രവൃത്തികളൊക്കെ, അതായത് ഓറസെക്സ് പോലുള്ള പ്രവൃത്തികൾ ചെയ്ത് അവരുടെ വായൊക്കെ അവിടെ ജനനേന്ദ്രിയം എന്നുള്ള അവസ്ഥ ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയി തോണ്ടുന്ന സ്വഭാവം കാണിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയി തോണ്ടാൻ വേണ്ടി അവർ ഓരോ രീതിയിൽ ഓരോ ദിവസവും അവരങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് ആണെന്നോ പെണ്ണെന്നോ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ആണിനായാലും പെണ്ണിനായാലും ശരി തന്നെ അവരുടെ വായ് ജനനേന്ദ്രിയ തുല്യമാണെങ്കിൽ അവരങ്ങനെ സംസാരിക്കും. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി നിരന്തരം തോണ്ടി ഒരു ദിവസം രതിമൂർച്ച ഉണ്ടാകുമ്പോഴാണ്, അതായത് വെട്ട്, കുത്ത്, കൊലപാതകം, ജയിൽവാസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ആ നിമിഷത്തെയാണ് രതിമൂർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാത്താൻ്റെ സന്തതികൾ എപ്പോഴും സാത്താൻ്റെ വധുവാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആണായാലും പെണ്ണായാലും സാത്താൻ്റെ സന്തതികളുടെ വാ എപ്പോഴും സ്ത്രീയുടെ ജനനേന്ദ്രിയ തുല്യമാണ്, സർപ്പത്തിൻ്റെ വാ. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ഒരു പൈപ്പ് ലൈൻ തന്നിട്ടുണ്ട്. അതിൽ കൂടി ശുദ്ധജലവും അശുദ്ധജലവും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഇല്ലല്ലോ. ദൈവം നിങ്ങൾക്കൊരു വാ തന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ, നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ, ദൈവത്തിനെ സ്തുതിക്കാൻ. എന്നാൽ നിങ്ങൾ ആ ദൈവത്തെ തള്ളിക്കളഞ്ഞതിന് ശേഷം സാത്താൻ്റെ ഏറ്റവും മ്ലേച്ഛകരമായ പ്രവൃത്തി ചെയ്തിട്ട് ദൈവത്തെ സ്തുതിച്ചിട്ട് അതെങ്ങനെ ശരിയാവും? ഒരേ പൈപ്പിൽ കൂടി ശുദ്ധജലവും അശുദ്ധജലവും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ദൈവം ഡ്രെയിനേജിൻ്റെ ദൈവമാണോ? അല്ലല്ലോ. സാത്താനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമില്ല. സാത്താൻ്റെ പോരാളികളായി അവർ മാറുന്നു. അതാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. സാത്താൻ്റെ അത്തരം മ്ലേച്ഛകരമായ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് എന്ത് മോശത്തരമായ രീതിയിലും സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കൂ? തീർച്ചയായും അവർ എന്ത് മോശത്തരമായ രീതിയിലും സംസാരിക്കും. അവർക്കെതിരെ ഞാൻ മോശത്തരമായി സംസാരിക്കുന്നത് അവരങ്ങനെ ദോഷത്തരമായി സംസാരിച്ച് പ്രകോപിപ്പിച്ചാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ വ്യത്യാസമുണ്ട്. ഞാനൊരു എറുമ്പിനെ പോലും ആവശ്യമില്ലാതെ വഴക്ക് പറയാനായാലും നുള്ളി നോവിക്കാനോ അല്ലെങ്കിൽ കൊല്ലാനോ ഞാൻ പോകുന്ന വ്യക്തിയല്ല. സാത്താൻ്റെ പരിധി വിട്ട കാമഭ്രാന്ത് അവരെ ഭരിക്കുന്നത് കൊണ്ട് അവർക്കൊരിക്കലും അച്ഛനെയും മോളെയും നല്ലൊരു മനോഭാവത്തോടെ കാണാൻ സാധിക്കില്ല. കാര്യം എന്താണ്? ആ പരിധി വിട്ട കാമഭ്രാന്ത് ഭരിക്കുന്നത് കൊണ്ടാണ് അവർ ദൈവത്തെ പോലും തള്ളിക്കളഞ്ഞിട്ട് ഓറസെക്സ് പോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് മനസ്സിലാക്കുക. ജനനേന്ദ്രിയത്തിൽ ചെയ്യേണ്ട പ്രവൃത്തി വായി ചെയ്തിട്ട് അത് വെറും വാ മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? സർക്കാരിൽ ഒരു വാഹനം രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ വാങ്ങിയതിന് ശേഷം അതിനെ വായുടെ രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്ത് റോഡിൽ ഇറക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുകയാണ് അത് വെറും വായുടെ ആ ഭാഗം മാത്രമാണ്, അതിന് മറ്റേതൊരു ഭാഗവുമായി ബന്ധമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ആ വാഹനം അറസ്റ്റ് ചെയ്യാതിരിക്കുമോ? തീർച്ചയായും പോലീസുകാർ ആ വാഹനം അറസ്റ്റ് ചെയ്യും. അപ്പോൾ പിന്നെ അത് വെറും വാ മാത്രമാണ് അങ്ങനെ പറഞ്ഞാൽ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ക്രിസ്തു, നീ ഒരു ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ കണ്ട സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിൽ പോയി നീ ഇടയ്ക്കിടയ്ക്ക് പോയി തോണ്ടരുത്. അതായത് അവർ പറയുന്ന ആ മോശത്തരമായ മറുപടിക്ക് നീ മറുപടി പറയാൻ പോകരുത്. അങ്ങനെ ഒരു ബോധം എൻ്റെ ക്രിസ്തു എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് സാധ്യമല്ല. ഞാൻ തോണ്ടാൻ അതിനും സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? എനിക്ക് മറുപടി പറഞ്ഞേ തീരുള്ളൂ, എന്നാലും എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ആ പുല്ലിനെ അങ്ങ് വലിച്ച് കീറും. കുംഭകോണം ടീപ്പല്ലൂർ ഞാൻ താമസിച്ച സ്ഥലത്ത് നിങ്ങൾ പോയി തിരക്കുക. ആ ടീപ്പല്ലൂർ ജംഗ്ഷനിലെ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് താഴത്തെ ജംഗ്ഷനിലൊക്കെ തിരക്കി കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡ് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ കടക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കിയാൽ അറിയാം. ഒരു കേരളക്കാരന് ഒരു മകൾ മാത്രമായി താമസിച്ച് വീട് എവിടെ നിന്ന് ചോദിച്ചാൽ അറിയാൻ കഴിയും. അവരുടെ ഒരു തനതായ ഭാഷയാണ് ഉക്കാർ. ബാത്റൂമിൽ പോയപ്പോൾ ആ സംഭാഷണമായി സംസാരിക്കുള്ളൂ. അതിൻ്റെ കാര്യം എന്താണ്? ഞാൻ നിൽക്കുന്ന മനുഷ്യനായതുകൊണ്ട് ഉക്കാരെന്ന് പറയും. അവരെ സംബന്ധിച്ച് ഓറസെക്സ് പോലുള്ള പ്രവൃത്തികൾ ചെയ്ത് ഉക്കാരുന്ന വ്യക്തികളായതുകൊണ്ട്, സാത്താൻ്റെ പോരാളികളായതുകൊണ്ട് അവർ ഉക്കാരെന്ന് പറയുന്നത് അവരുടെ ഡ്യൂട്ടിയാണെന്ന് മനസ്സിലാക്കുക. അവിടെ ദൈവം കൂട്ടുള്ളത് കൊണ്ട് എന്നെ തുണച്ചു, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ അകത്തായി തന്നെ, അതിനൊരു സംശയമില്ല.
അങ്ങനെ പറയാനുള്ള കാര്യം എൻ്റെ ചീത്തവിളി കേട്ട് അവിടെയുള്ള വ്യക്തികൾ, പ്രത്യേകിച്ച് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ വ്യക്തികളോട് ചോദിച്ചറിയാൻ കഴിയും. അവരെൻ്റെ മുമ്പിൽ തോൽവി സമ്മതിച്ച് ഞങ്ങളിതാ ഉட்കാരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവരെൻ്റെ മുമ്പിൽ ഉட்കാരുന്നു. ഓരോ വ്യക്തിയാണെങ്കിൽ നമുക്ക് അവർ അങ്ങനെ ഇരുന്നെന്ന് പറയാം. അങ്ങനെയല്ല, എന്നെ പ്രകോപിപ്പിച്ച് എന്നോട് പോരാടിക്കൊണ്ട് നിൽക്കുന്ന വ്യക്തികൾ എൻ്റെ തെറിവിളി സഹിക്കാൻ വയ്യാതെ അവർ 4-5 പേരുണ്ട്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, അവരെൻ്റെ മുമ്പിൽ ഉட்കാരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളവിടെ പോയി ചോദിച്ചു നോക്കുക. അവിടെ എൻ്റെ മകൾ ഒരു ദർശനം കണ്ടു. കാര്യം അത്രമാത്രം ചീത്ത വിളിക്കുമ്പോൾ എനിക്കറിയാൻ കഴിയുമല്ലോ പോലീസിൻ്റെ ഭാഗമൊക്കെ എന്തുണ്ടാവും. പ്രത്യേകിച്ച് ബാർബർ ഷോപ്പിൻ്റെ മുമ്പിൽ പോലും അവർ പോലീസുകാരെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഞാനവിടെ പോയി തലമുടിയൊക്കെ കോതി എൻ്റെ പാട്ടിന് ഞാൻ പോയി. അവരുടെ ഏതെങ്കിലും പരിചയത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അങ്ങനെ ഞാൻ വരുന്ന സമയം നോക്കി ബാർബർ ഷോപ്പിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയതാവാം. അല്ലെങ്കിൽ യാദൃച്ഛമായ ഒരു വിഷയം അദ്ദേഹം അവിടെ നിന്നതായിരിക്കാം. ഏതായാലും എനിക്ക് തോന്നുന്നത് അവരുടെ വാക്ക് കേട്ട് അങ്ങനെ നിന്നു എന്നുള്ളതാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ചീത്തയൊക്കെ വിളിച്ചതിന് ശേഷം മകളോട് ദർശനം കാണാൻ പറഞ്ഞപ്പോൾ ഒരു ചാക്കിനകത്ത് എൻ്റെ വലിപ്പമുള്ള ഒരു സ്പ്രിങ്, ആ സ്പ്രിങ് ഇവരെത്ര താത്തി വയ്ക്കാൻ ശ്രമിച്ചാലും സ്പ്രിങ്ങാണ്, അത് നവുന്നതിന് നിൽക്കും. എന്നെ അങ്ങനെ ഇരുത്താൻ സാധ്യമല്ല. ദൈവികമായ ശക്തി എന്നിലുള്ളത് കൊണ്ട് എന്നെ അങ്ങനെ ഇരുത്താൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കുക. ഏതായാലും ഞാൻ അങ്ങനെ കുറേ വലിച്ചൊക്കെ കയറിയതിനു ശേഷം ഞാൻ കേരളത്തിൻ്റെ ബോർഡറിലേക്ക് വരുന്ന നിമിഷം ഒരു തീരുമാനമെടുത്തു. ദൈവത്തിൻ്റെ മുമ്പിലകത്തോണ്ടാൻ വേണ്ടി പോവാതിരിക്കാൻ വേണ്ടിയാണ് വലിച്ചു കയറൽ പരിപാടി തുടങ്ങിയത്. അതായത് എപ്പോൾ സംസാരിച്ചാലും ഒരു കേസ് ഉണ്ടാവത്തക്ക രീതിയിലായി സംസാരിക്കാവൂ. അതിൽ കുറഞ്ഞ് സംസാരിച്ചാൽ തോണ്ടുന്ന രീതിയിലായിപ്പോൾ. അതായിരുന്നു എൻ്റെ ഒരു ചിന്ത. ഞാൻ പുകവലിക്കത്തില്ല, ചില ദൈവദാസന്മാരെ പോലെ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള അങ്ങനെ ഒരു മനുഷ്യനായി മാറും, ഏതൊരു രീതിയിലും ബോഷത്തരമായി സംസാരിക്കുക എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടുള്ള തീരുമാനത്തോടെ വരുന്ന വഴിയിൽ ഒരുപാട് സിഗരറ്റൊക്കെ വാങ്ങിച്ച് വലിച്ച്, എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വഴിയിൽ പോലും ചില മോശമായ കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് വളരെ പരിധി വിട്ട് തന്നെ എന്തൊക്കെയോ ബോഷത്തരമായി എനിക്ക് കാര്യം വണ്ടിയോ പഞ്ചറായോ അല്ലെങ്കിൽ കേടായോ ഞാൻ എവിടെ പോകുന്നു എന്നൊക്കെ ആ നേഴ്ക്കുണ്ടികളായിട്ടുള്ള വ്യക്തികൾ, അത് ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് അങ്ങനെ നേഴ്ക്കുണ്ടികളെന്ന് പറയുന്ന വ്യക്തികൾ 4-5 ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ആ കാര്യത്തിലാണ് നമ്മൾ കിടക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഞാൻ കോയമ്പത്തൂരെത്തേണ്ട കാര്യം മെഴുതിരി ഉണ്ടാക്കുന്ന പിസ്റ്റൽ, അതായത് നിങ്ങൾ മെഴുതിരി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മുൻവശത്ത് കൂർമ്മിച്ചൊരു ഭാഗമുണ്ടല്ലോ, അത് കൈകൊണ്ട് കടഞ്ഞെടുത്താൽ ശരിയാവില്ല. കൈകൊണ്ട് കടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് വൃത്തികേടാവും, കാണുന്ന കാഴ്ചയ്ക്ക് കടക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവർ വാങ്ങത്തില്ല. അതുകൊണ്ട് ആ ഭാഗം ലൈറ്റി കൊടുത്ത് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ കൊടുത്ത സമയത്ത്, ഞാൻ ചെന്ന സമയത്ത് ആ വർക്ക് ഫിനിഷ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ ഏതാനും ദിവസം കൂടി അവിടെ തങ്ങിയാൽ മാത്രമേ അവിടെ ആ വർക്ക് ഫിനിഷ് ചെയ്ത് സാധനം കിട്ടത്തുള്ളൂ. കേരളത്തിൽ വന്നതിന് ശേഷം രണ്ടാമത് പെട്രോൾ അടിച്ച് കാറും കൊണ്ട് ചെന്ന് വീണ്ടും എനിക്ക് ഇരട്ടി ചിലവുണ്ടാകും. ബസ്സിലൊന്നും കൊണ്ടുവരാൻ കഴിയത്തില്ല. 144 പിസ്റ്റനുണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഞാൻ ആ ലൈറ്റ് വർക്ക്ഷോപ്പിൻ്റെ മുകളിൽ കിടക്കുന്ന സമയത്ത് രാത്രിയായപ്പോൾ കൊതുതിരി വാങ്ങിക്കണം. കൊതുതിരി വാങ്ങാൻ പോയപ്പോൾ ഒരു വിവരദോഷി ഒരു വൃത്തികെട്ട സംഭാഷണം സംസാരിച്ചു. എൻ്റെ കൺട്രോൾ പോയി. ഞാൻ നല്ല മറുപടി അങ്ങ് പറഞ്ഞ് കയറ്റിക്കൊടുത്തു. അതിനുശേഷം കൊതുതിരിയും വാങ്ങിച്ചുകൊണ്ട് വന്ന് രാത്രി കിടന്നുറങ്ങിയ സമയത്ത് ബൈക്കിൽ ഒരുത്തൻ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തു. ഇന്നത്തെ ദിവസം ഇവിടെ CA വന്നായിരുന്നു. ആ CA വന്നതിൻ്റെ ഗമ കാണിക്കാൻ വേണ്ടി ഒരുത്തൻ തൊട്ട് താഴെ ബൈക്കിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് കുറേ അധികം സംസാരിക്കുന്ന കേട്ടു. ഏതായാലും ഞാൻ അതിലെ കൂട്ട് കിടക്കുന്നില്ല. ഏതായാലും കോയമ്പത്തൂർ ഞാൻ ആ ലൈറ്റ് വർക്ക്ഷോപ്പിൻ്റെ ടെറസിൻ്റെ മുകളിൽ കിടക്കുന്ന സമയത്ത് അർദ്ധരാത്രി ഞാൻ സ്വപ്നം കാണുകയാണ്. ബൈക്കിൽ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് റോഡിൻ്റെ സൈഡിലേക്ക് വരുന്നു. ആ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് എന്തോ സംസാരിക്കുന്നു. ഉടനെ അയാൾ പറയുകയാണ്, നീ മൂൺ സ്റ്റാറിൻ്റെ നിഴൽക്കൊണ്ടിയല്ലേ എന്ന്. അവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, മൂൺ സ്റ്റാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാനല്ല. പക്ഷേ എന്നെ പലരും മൂൺ സ്റ്റാറാണ്, അതായത് വെളിച്ചം അത് സൂര്യനും ചന്ദ്രൻ ഞാനുമാണെന്നുള്ള രീതിയിൽ സ്വപ്നത്തിലും ദർശനത്തിലുമൊക്കെ അങ്ങനെയൊക്കെ ചില വ്യക്തികൾ കരുതുന്നതായി എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന വ്യക്തി പറയുകയാണ്, നീ മൂൺ സ്റ്റാറിൻ്റെ നിഴൽക്കൊണ്ടിയല്ലേ. അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിഴലെന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിന് എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ്. അതുപോലെയാണ് 4-5 ഗ്രൂപ്പിലുള്ള വ്യക്തികൾ. ഞാൻ എവിടെ പോയിരുന്നാലും അവർ പിന്നാലെ വരും. എന്തുകൊണ്ടാണ് നിഴൽ കുണ്ടനെന്ന് പറയുന്നത്? സാത്താൻ്റെ മുളങ്കമ്പൊക്കെ കയറ്റി വയ്ക്കുന്ന വ്യക്തികളായതുകൊണ്ട് നിഴൽ കുണ്ടി എന്നാണ് ദൈവം അവിടെ സ്വപ്നത്തിൽ കൂടി മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതായത് എൻ്റെ ശത്രുക്കളായ 4-5 ഗ്രൂപ്പിലെ വ്യക്തികൾ നിഴൽ കുണ്ടികളാണെന്ന് മനസ്സിലാക്കുക. ശരിക്കും മനസ്സും ശരീരവും മലിനമായ മനുഷ്യൻ്റെ ശരീരത്തിൽ സാത്താൻ്റെ മുളകമ്പ് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്കറിയാൻ കഴിയില്ല. കാര്യം സാത്താൻ കയറ്റി വെച്ചതുകൊണ്ട് അറിയാൻ കഴിയില്ല. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കും. അതുവരെ ആ ഭാഗം ഒരു ഭംഗി വാക്കിന് പറഞ്ഞതായി നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഞാൻ ആ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല ആത്മീയപരമായ ഒരു അല്പമെങ്കിലും ദൈവവുമായി ബന്ധമുള്ള വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും അത് നിഷേധിക്കാൻ സാധിക്കില്ല. ആ സ്വപ്നം കണ്ട് ഉണർന്ന് കുറച്ച് നേരം അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതിന് ശേഷം വീണ്ടും കിടന്നുറങ്ങി നേരം വെളുത്ത സമയത്താണ് ഞാൻ ഉണർന്ന സമയത്ത് എൻ്റെ നാക്ക് മരവിച്ച് ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. അതിൻ്റെ കാര്യം
ഞാൻ കുറച്ച് മുമ്പ് ഒരു പെണ്ണിൻ്റെ നാവ് പരസ്പരം അങ്ങനെ വളരെ തീഷ്ണമായി ഉറിഞ്ചുകയായിരുന്നു. ആ ഉറിഞ്ചിൻ്റെ കൂടുതൽ കൊണ്ടാണ് നാക്ക് മരവിച്ച് പോയെന്ന് മനസ്സിലാക്കുക. ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ വളരെ ഭോഷത്തരമായി നിങ്ങൾക്ക് തോന്നും. ഏതോ ഒരു ലൗകികയും എന്തോ വൃത്തികെട്ട സ്വപ്നം കണ്ടെന്നോ അങ്ങനെയൊക്കെയാണ് സംസാരിച്ച് വരുന്നത്. അങ്ങനെയല്ല നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. എൻ്റെ തീരുമാനം എന്തായിരുന്നു? ഞാൻ കുമ്പോണം ടീപ്പല്ലൂർ വലിച്ചു കീറി, അതായത് ദൈവം പറഞ്ഞു കണ്ടവളെ ജനേൻ്റെ ഇതിൽ പോയി തോണ്ടല്ലേ. അതുകൊണ്ട് ദൈവത്തിനെ തോൽപ്പിക്കാൻ പോലും ശ്രമിച്ചുകൊണ്ട് അവിടെ ഞാൻ തോണ്ടുന്നില്ല കേട്ടോ, ഞാൻ വലിച്ചു കീറുകയാണ്. അങ്ങനെയുള്ളൊരു ന്യായീകരണം പറഞ്ഞുകൊണ്ട് പച്ചതെറിയും വിളിച്ചിട്ട് അവിടെ അങ്ങനെ വലിച്ചു കീറിയിട്ട് വന്ന വ്യക്തിയാണ്. അത് മാത്രമല്ല, വരുന്ന വഴിയിൽ അതിനു മുമ്പേ തീരുമാനമെടുത്തായിരുന്നു, പുകവലി നിർത്തി പോഷത്തിനമായ രീതിയിൽ ആർക്കും മറുപടി കൊടുക്കത്തില്ല. ആ തീരുമാനത്തോടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കൊതിരി വാങ്ങിക്കാൻ പോയപ്പോൾ എൻ്റെ വ്രതം അവിടെ തെറ്റി. ഞാൻ അതിനുള്ള തയ്യാറെടുപ്പോഴാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. പുകവലി കോയമ്പത്തൂർ എത്തിയപ്പോഴേ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ പോഷത്തിനമായ രീതിയിൽ സംസാരിക്കേണ്ടത്. പക്ഷേ ഹോട്ടലിൽ പോയപ്പോൾ അവിടെ എനിക്ക് ഒരു മോശമായൊരു അനുഭവം ഉണ്ടായി. അതിനുശേഷം അവിടെ ഞാൻ ക്ഷമിച്ച് വിട്ടു. അതിനുശേഷം റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളോടൊപ്പം വന്നിട്ട് അങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വരണമെന്ന സമയത്ത് പോഷത്തിനമായൊരു സംസാരം ഉണ്ടായി. അപ്പോഴും ഞാനത് ക്ഷമിച്ച് വിട്ടു. അത് കഴിഞ്ഞ് ഒരുത്തൻ എൻ്റെ കയ്യിൽ തട്ടിക്കൊണ്ടൊരു വാഹനം അങ്ങനെ കടന്നുപോയി. അത് ഞാൻ ക്ഷമിച്ചു. അതിനുശേഷം രാത്രി കൊതിരി വാങ്ങിക്കാൻ പോയപ്പോൾ എൻ്റെ മോളെ ഉദ്ദേശിച്ചുകൊണ്ടൊരു പോഷത്തരമായ രീതി സംസാരിച്ചപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. ഞാൻ നല്ല പച്ചത്തെറിയും നടത്തിയിട്ട് കൊടുത്തു. എന്നിട്ടാണ് രാത്രി കിടന്നുറങ്ങുന്നത്. അപ്പോൾ രാവിലെ കാണുന്ന സ്വപ്നം എന്താണ്? നാവ് മരവിച്ചിരിക്കുകയാണ്. അപ്പോൾ വെറും നാവാണോ മരവിച്ചിട്ടുള്ളത്? നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഞാൻ ഒരു കട്ടിലിൽ ഇരിപ്പുണ്ട്. ആ ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമാണ് പറയുന്നത്. ആ കട്ടിലിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കട്ടിലിൻ്റെ തൊട്ട് താഴെ പച്ച ചുരിദാർ ധരിച്ച ഒരു പെണ്ണ്. അത് പറയാൻ കാര്യം, ആ പച്ച നിറത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. കാര്യം എൻ്റെ ശത്രുവിൻ്റെ നിറമാണ് പച്ച നിറം. ആദ്യം അതെനിക്ക് അനുകൂലമായിരുന്നു. കാര്യം ദൈവം സ്വപ്നത്തിൽ ഗ്രീൻ സിഗ്നൽ എനിക്ക് എപ്പോഴും കാണിച്ചു തന്നിട്ടുള്ളൂ. ഞാനൊരു മുസ്ലിം പെണ്ണെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ 4-5 ഗ്രൂപ്പുകാർ എന്ത് ചെയ്തെന്ന് അറിയാമോ? അവളൊരു മുസ്ലിം ആയതുകൊണ്ട് അവളുടെ ആ പച്ച നിറത്തിനെ വിഷപ്പച്ചയാക്കി അവർ മാറ്റി. അല്ലാതെ മുസ്ലിങ്ങളെ പച്ചയുമായി എനിക്ക് ഏതൊരു വിരോധവും ഇല്ലെന്ന് മനസ്സിലാക്കുക. ഫേസ്ബുക്കിൽ പോലും ഒരു 3 കൊല്ലത്തിന് മുമ്പ് ഞാൻ ഇപ്പോൾ പറയുന്ന ഭാഗം, ഈ സ്വപ്നം ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. അത് സൈബർ സെല്ലിന് കണ്ടെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഞാൻ പറഞ്ഞ നുണയാണ്. അങ്ങനെ അവർക്ക് ഒരിക്കലും പറയാൻ സാധ്യമല്ല. കാര്യം ഈ ഒരു ദർശനം സ്വപ്നം ഞാൻ 2-3 കൊല്ലത്തിന് മുമ്പേ പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. പക്ഷേ അത് ആരും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനിപ്പോൾ ഫേസ്ബുക്കിൽ ആരെങ്കിലും ഡിലീറ്റ് ചെയ്യുകയാണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ പറയുന്ന നുണയല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടി കെട്ടിച്ചമച്ച് സംസാരിക്കുന്ന ഒരു കാര്യമല്ല. അതായത് ഇപ്പോൾ പറയുന്നതല്ല. ഞാൻ ഫേസ്ബുക്കിൽ 2-3 കൊല്ലത്തിന് മുമ്പേ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഞാനൊരു കട്ടിലിരിക്കുകയാണ്. കട്ടിലിൻ്റെ തൊട്ട് താഴെ തറയിൽ അവളെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഏകദേശം 24-25 വയസ്സ് പ്രായം വരും പച്ച ചുരിദാർ ധരിച്ച ഒരു പെണ്ണാണ്. അവൾ ഓറസെക്സ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. ഞാൻ അവളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ ഇരു കൈപ്പത്തി കൊണ്ട് അവളുടെ മുഖത്തോട് മുഖം ചേർത്ത് പിടിച്ചതിന് ശേഷം നാവ് അങ്ങനെ ഒരുതരം തീഷ്ണതയോടെ പരസ്പരം ഉറിഞ്ചുകയാണ്. അവിടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? വെറും ഒരു വൃത്തികെട്ടവും കണ്ട ഒരു സ്വപ്നമായി മാത്രമേ നിങ്ങളെ സംബന്ധിച്ച് പലർക്കും അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ദൈവം ചില കാര്യങ്ങൾ അവിടെ കാണിച്ചു തരുന്നത് അതിനെ പ്രത്യേകം വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വിവേചന ശക്തി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. നാവ് പോരാടും. വാക്കേറ്റം, അടിപിടി, വെട്ട്, കുത്ത്, കൊലപാതകം, ജയിൽവാസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാവ് വഴി ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഒരു വ്യക്തി എനിക്കെതിരെ നാവ് കൊണ്ട് വളരെ ഭോഷത്തരമായി സംസാരിക്കുകയാണ്. എന്താ പറയുക, 2 ചുരുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ യുദ്ധം ചെയ്യുന്നത് പോലെ ഞാനും തിരിച്ച് നാവ് കൊണ്ട് മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ മറുപടി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതാണല്ലോ നേരത്തെ പറഞ്ഞ പോലെ വാക്കേറ്റം, അടിപിടി, വെട്ട്, കുത്ത്, കൊലപാതകം, ജയിൽവാസമൊക്കെ ആവുമെന്ന് പറയുന്നത്. അപ്പോൾ ആ നാവുകൾ തമ്മിലുള്ള ആ പിണച്ചിൽ, ആ ഉറിഞ്ചൽ, അതാണ് സൂചിപ്പിക്കുന്നത് മനസ്സിലാക്കുക. അപ്പം ഞാനവിടെ എന്ത് ചെയ്യണം? നാവ് കൊണ്ട് ഉറിഞ്ചാൻ പോകരുത്, മറുപടി പറയാൻ പോകരുത്. മറുപടി പറയാതാകുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ് ദൈവം അവിടെ തുടക്കത്തിൽ കാണിച്ചിരുന്നത്. സെക്സ് ചെയ്യാൻ വേണ്ടി വരുന്ന വ്യക്തിയെ ഞാൻ അവിടെ തടഞ്ഞിട്ട് പറയുകയാണ്, അതെനിക്കിഷ്ടമല്ല. നമുക്ക് നാവ് കൊണ്ട് ഉറിഞ്ചാന്നും പറഞ്ഞാണല്ലോ മുഖത്തോട് ചേർത്ത് വെച്ച് ഉറിഞ്ചുന്നത്. അപ്പോൾ അവർ എന്തിനാണ് നാവ് കൊണ്ട് ഫൈറ്റുന്നത്? അതായത് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി അതിന് ശരിയായ രീതിയിൽ എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പച്ചത്തെറിയായിട്ട് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ എനിക്കത് മനസ്സിലാക്കി തരാൻ വേറെ പദങ്ങളൊന്നും അറിയത്തില്ല എന്ന് മനസ്സിലാക്കുക. അതിനുള്ള വിവരം എനിക്കേ ഉള്ളൂ. അതായത് നാവ് കൊണ്ട് പോഷത്തരമായ രീതിയിൽ സംസാരിച്ച് നേരത്തെ പറഞ്ഞ പോലെ വാക്കേറ്റോ, അടി, പിടി, വെട്ട്, കുത്ത്, കൊലപാതകം ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചെൻ്റെ നാവ് അവർക്കെതിരെ പോരാടാതെ, അവർ നാവുമായി ഉറിഞ്ചാതെ ഞാൻ മറുപടി പറയുന്നില്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ ഐഡിയ നടക്കില്ല.
അവരിനി നാവ് കൊണ്ട് എന്തൊക്കെ രീതിയിൽ ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നാലും ശരി തന്നെ അവർ ഊമ്പിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ ഊമ്പിപ്പോകുന്ന അവസ്ഥയാണ് ആ ഓറസെക്സ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ അവർക്കുണ്ടാകുന്നത്. അപ്പം ഞാനതിനെ തടഞ്ഞിട്ട് അത് വേണ്ട, നിങ്ങൾ ഓറസെക്സ് ചെയ്യണ്ട കേട്ടോ എന്നും പറഞ്ഞിട്ട് നാവ് കൊണ്ടങ്ങ് പോരാടുകയാണ്. അപ്പോൾ ഞാൻ എന്താണ് യഥാർത്ഥം ചെയ്യേണ്ടത് നിങ്ങളൊന്നും പറഞ്ഞു തന്നേ. ഞാൻ നാവ് കൊണ്ട് പോരാടാൻ പോകരുത്. നാവ് കൊണ്ട് പോരാടാതാവുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ ഐഡിയ ഒന്നും പ്രയോജനപ്പെടുത്തില്ല. അങ്ങനെ ഞാനിതാ ഇവിടെ താമസിക്കാൻ വന്നത് കുറച്ച് ദിവസം ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഏകദേശം ഒരു സൂചനയൊക്കെ കൊടുത്തു. അതിനുശേഷം ഞാൻ മൗനവ്രതമൊന്നും പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി. രണ്ടാമത്തെ ദിവസം എനിക്ക് വീടെടുത്ത് വന്ന ബ്രോക്കർ ഒന്ന് പറയുക, അത് താങ്കൾ ഫോണെടുത്ത് വെച്ചൊന്നും ഇവിടെ സംസാരിക്കുകയൊന്നും ചെയ്യില്ലേ, വല്ല ആവശ്യമുണ്ടോ? ഞാനിവിടെ പച്ചത്തെറി വിളിച്ച് വലിച്ചു കയറിയ സമയത്ത് ഇവിടെ വലിച്ചു കയറാത്ത വ്യക്തികളൊന്നും ഇല്ലെന്ന് വേണം പറയാൻ. ആ നാവ് കൊണ്ടുള്ള ഫൈറ്റിൽ വേണ്ട. അങ്ങനെ എന്നെ ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നാവിനെ ഞാൻ ആർക്കും നേരെയും പ്രയോഗിക്കാതെ മൗനവ്രതം തുടങ്ങിയപ്പോൾ ഇവിടെ വന്നിട്ട് എന്നോട് പറയുക, ഫോണെടുത്ത് വെച്ചിട്ട് ഞാൻ പ്രസംഗിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അതിനുശേഷം മനഃപൂർവ്വം ഇവിടെ ഓരോരുത്തന്മാർ എൻ്റെ നാവിനെ അനക്കണമെന്നും പറഞ്ഞ് ഞാനിപ്പം ഒന്നും പറയുന്നില്ല. കാര്യം എന്താ പറയുക, അത്രമാത്രം മനസ്സിലാക്കുക. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കാനുള്ള കാര്യം, ഒരു മനുഷ്യൻ ഒരു പക്ഷേ ആ മനുഷ്യനോട് അവന് ഹൃദയം തുടങ്ങിയ ഒരു മനുഷ്യനായതുകൊണ്ടായിരിക്കാം മറ്റുള്ളവരൊക്കെ അനാവശ്യമായി പോഷത്തരമായി അവനോട് പെരുമാറുന്നത് കാണുമ്പോൾ ജീവനുള്ളൊരു ദൈവം ലോകത്ത് ഉള്ളത് കൊണ്ട് അവനോട് കരുണ കാണിക്കുന്നുണ്ടാവാം. എന്നും പറഞ്ഞ് അവൻ ജീവിതകാലം മുഴുവൻ അങ്ങനെ മറ്റുള്ളവരെ വലിച്ചേറി അങ്ങനെ ജീവിക്കാൻ ദൈവം ഇഷ്ടപ്പെടുമോ? ഇല്ല. ദൈവം അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വീണ്ടും സ്വപ്നങ്ങളോ ദർശനങ്ങളൊക്കെ അത്തരം രീതിയിൽ അവന് മനസ്സിലാക്കി കൊടുക്കും. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, പാളയം പള്ളിയിൽ അവിടുത്തെ ആ പള്ളിക്കകത്ത് യേശുപ്പൻ്റെ രൂപത്തിൻ്റെ താഴെ ഒരു സിംഹത്തിൻ്റെ രൂപം. ഞാനത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ എൻ്റെ മുഖമാണ്. അപ്പോൾ തന്നെ അവിടെ ഒരു ശബ്ദം പറയുകയാണ്, എനിക്ക് തന്നെ വയസ്സായ സിംഹമായി വേണ്ട. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം, യൗവനത്തിൽ നിൻ്റെ അരക്കച്ച നീ മുറുക്കെ കെട്ടണമെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശപ്പെട്ട കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ മുറുക്കി കെട്ടിയിട്ടുണ്ട്. പക്ഷേ ആൾക്കാരോട് ബോഷത്തരമായി എന്നോട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് മറുപടി പറയുന്ന കാര്യത്തിൽ ഞാൻ ലോകവില്ലനാണ്. അപ്പോൾ ദൈവം പറയുന്നത് എന്താണ്? നീ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ വലിച്ചേറിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ എനിക്ക് നിന്നെ വേണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുമാത്രമല്ല, ആ പാളയം പള്ളിയുടെ മുമ്പിൽ തന്നെ ഒരു ദണ്ട്, ആ ദണ്ടെന്ന് പറയുമ്പോൾ ചില പുണ്യാളന്മാരെ കയ്യിലൊക്കെ അത് വിട്ട് ദണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെൻ്റെ കയ്യിലെടുത്ത് തരികയാണ്, നിനക്കത് പിടിക്കാൻ സാധിക്കുമെന്ന്. ഞാൻ കുറച്ചു നേരം പിടിച്ചു, അത് കഴിഞ്ഞ് ഞാൻ താഴെ കളഞ്ഞു. പക്ഷേ അത് കളയാൻ പാടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, അങ്ങനെയുള്ള സ്വപ്നങ്ങളോ ദർശനങ്ങളോ പല മനുഷ്യർക്കും ഇല്ല. പക്ഷേ അങ്ങനെ ഒരു ദർശനവും സ്വപ്നമൊക്കെ കിട്ടുന്നത് ഭാഗ്യമായി നമ്മളത് കരുതണം. കാര്യം നമ്മൾ ക്ഷണികമായ ഒരു കാലഘട്ടം മാത്രമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അതിനെ തിരസ്കരിക്കാൻ സാധ്യമല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, വയസ്സായ സിംഹമായി എന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ വയസ്സായ കാലം വരെ ഇങ്ങനെ മറ്റുള്ളവരെ വലിച്ചു കയറുക, പോഷത്തരമായി എന്താ പറയുക, മറുപടി കൊടുക്കുക, അവർക്കെതിരെ പല രീതിയിലും പ്രവർത്തിക്കുക, അങ്ങനെ ഒരു മനുഷ്യനായി ഇപ്പോൾ തന്നെ കേൾക്കുമ്പോൾ പലർക്കും എന്നോടൊരു വെറുപ്പുണ്ടായി കാണുമെന്നുള്ളത് വാസ്തവമാണ്. അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. അങ്ങനെ ഒരു ജീവിതകാലം മുഴുവൻ അങ്ങനെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും മനസ്സിലാക്കാനുള്ളത്, അങ്ങനെ ലോകത്തുള്ള സകല മനുഷ്യരെയും ബോഷരായ വ്യക്തികളെല്ലാം വലിച്ചേറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അംഗീകരിക്കുമോ? ജീവിതകാലം മുഴുവൻ അങ്ങനെ ദൈവം അംഗീകരിക്കില്ല എന്നുള്ളൊരു തെളിവാണ് ആ വയസ്സായ സിംഹത്തിൻ്റെ മുഖത്ത് എൻ്റെ മുഖമായി കാണിച്ചതിൻ്റെ കാര്യം. അപ്പോൾ ഞാനവിടെ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായും അത്തരം വലിച്ചുകയറെല്ലാം അവസാനിപ്പിച്ച് ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ അങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നതും ജീവിക്കാൻ ശ്രമിക്കുന്നതും. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ജഡികരായ മനുഷ്യരെ കൊണ്ടങ്ങ് തിങ്ങി നിറഞ്ഞ് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അവരെയൊക്കെ സംബന്ധിച്ച് എല്ലാവരും ജഡികരൊക്കെ ആണെന്നൊന്നും പറയുന്നില്ല, ആത്മീയരായ വ്യക്തികളും കാണുമായിരിക്കാം. എന്തോ ഒരു കാര്യം എനിക്കറിയാം, ഓറസെക്സ് ചെയ്യുന്ന വ്യക്തികൾ അതൊക്കെ സാത്താൻ്റെ പോരാളികളാണ്. അവർക്ക് ദൈവം തൻ്റെ രൂപത്തിനും സാദൃശ്യത്തിനും ഒരു വായ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സാത്താൻ്റെ പ്രവൃത്തികളൊക്കെ ചെയ്ത് അവിടെ ജനനേന്ദ്രിയത്തിന് തുല്യമായിട്ടുള്ള വാ ഉള്ളത് കൊണ്ട് അതിൻ്റെ ദുർഗന്ധം, അത് മലമൂത്ര വിസർജന കേന്ദ്രവുമായി ബന്ധമുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കുകയുള്ളൂ. അവർ ദൈവമക്കൾക്കെതിരെ പോരാടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം സർപ്പസന്ധതികളായി മാറിപ്പോയതിൻ്റെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കുക. അവരെ സംബന്ധിച്ച് ബീജത്തിൽ ഫോസ്ഫറസ് ഉണ്ടെന്നോ ഫോസ്ഫറസിൻ്റെ മറ്റൊരു പേര് ലൂസിഫർ ആണെന്നോ
അല്ലെന്നുണ്ടെങ്കിൽ ഫോസ്ഫറസിൻ്റെ പ്രവർത്തന ഫലമായാണ് ഫോസ്ഫീൻ. പണ്ട് കാലത്ത് പ്രേത വെളിച്ചമാകുന്ന അതിനെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളത് ഫോസ്ഫീൻ എന്ന് പറഞ്ഞ വാതകമാണ്. അതൊക്കെ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഒരു ചുക്ക് ചുണ്ണാമ്പും അവർക്കറിയത്തില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഓറസെക്സ് ഒരു ബോർഡറാണ്, സാത്താൻ്റെ ലോകത്തോട്ടുള്ള ബോർഡർ. ദൈവത്തിനെ സ്തുതിക്കാനുള്ളതാകൊണ്ട് ഒരിക്കലും അത്തരം പ്രവൃത്തി ചെയ്യാൻ പാടില്ല. അത്തരം പ്രവൃത്തി ചെയ്യുമ്പോൾ സാത്താൻ്റെ ലോകത്തെ ആ മതിലിടിഞ്ഞ് അവർ ആ ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. പിന്നെ അതിനുശേഷം അവർ പലതരം വെറൈറ്റികളൊക്കെ പരീക്ഷിച്ച് ഒരു തൃപ്തിയില്ലാതെ ഏറ്റവും ഒടുവിൽ അവരെ സംബന്ധിച്ച് മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ പോലും അഗമിഗമനം പോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം ആ ബോർഡറിൻ്റെ അകത്ത് ദൈവം കൊടുത്ത ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ആ ദൈവവുമായൊരു ബന്ധമുണ്ടായിരിക്കും. അച്ഛനെയും മകളെയും കണ്ടാൽ തിരിച്ചറിയാനുള്ള ആ ഒരു വിവരം അവർക്കുണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ബോധം അത് നൽകാൻ ആ ദൈവികമായ വോൾട്ടേജ് അവർ തലച്ചോറിനുള്ളിലെ പ്രീഫ്രണ്ട് ക്വാർട്ടേഴ്സിൽ തീർച്ചയായും പ്രവർത്തിക്കും. അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് അതിനുവേണ്ടിയുള്ള ഊർജ്ജം എന്തായിരിക്കും കൊടുക്കുന്നത്? ഫോസ്ഫറസ് ഊർജ്ജമായിരിക്കും കൊടുക്കുന്നത്. സംശയിക്കേണ്ട കാര്യമില്ല. സാത്താൻ്റെ ആ ഊർജ്ജം തന്നെ കൊടുക്കും. തലച്ചോറിലെ പ്രീഫ്രണ്ട് കോർട്ടക്സിന് ഊർജ്ജം കൊടുക്കുന്നത് ഫോസ്ഫറസ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് ലൂസിഫർ എന്ന പേരുള്ള ഫോസ്ഫറസ്. ദൈവവുമായി ബന്ധമില്ല, ദൈവത്തിനെ മാനിക്കാതെ ഓറസെക്സ് പോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവിടെ ദൈവമായ വോൾട്ടേജ് ഇല്ലെന്ന് മനസ്സിലാക്കുക. പിന്നെ അതുള്ളത് ലൂസിഫറിൻ്റെ വോൾട്ടേജ് മാത്രമല്ലേ ഉള്ളൂ. ആ ലൂസിഫറിൻ്റെ വോൾട്ടേജ് എന്തായിരിക്കും? അവരുടെ തലച്ചോറിന് പഠിപ്പിക്കുന്ന അച്ഛനും മോളും ശരിയല്ല, വ്യഭിചാര ചിന്തകൾ, അതൊക്കെ ആയിരിക്കും അവരെ പഠിപ്പിക്കുന്നത്. അവരാണ് പോരാടുന്നതെന്ന് മനസ്സിലാക്കുക. എൻ്റെ ശത്രുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിൽ എത്ര പേർ സാധാരണ സന്തതികളാണ്, ഓറസെക്സ് പോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളാണ്? അതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല എന്ന് പറയാൻ സാധ്യമല്ല. കാര്യം, വായു തുറന്നാൽ മലമൂത്ര വിസർജന കേന്ദ്രവുമായി സംസാരിക്കുന്ന നിങ്ങൾ, അല്ലെങ്കിൽ അമ്മയെ കൂട്ടി പറയുക, അല്ലെങ്കിൽ മോളെ കൂട്ടി പറയുക, അല്ലെങ്കിൽ എന്നെ തന്നെ തരംതാഴ്ത്തി അതും ഒരു ദിവസം പോലും ഒഴിവില്ലാതെ സംസാരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് എനിക്ക് തീർച്ചയായും പറയാൻ സാധിക്കും, അത് ഓറസെക്സ് പോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന സാത്താൻ്റെ സന്തതികളായിട്ടുള്ള വ്യക്തികളായതുകൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക, അങ്ങനെ സംസാരിക്കുന്ന വ്യക്തികളെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ശത്രുക്കൾ ഒരുപാടുണ്ട്, എല്ലാവരും ഞാൻ ഈ കൂട്ടത്തിൽ അങ്ങനെ പറയുന്നില്ല. എന്നാൽ ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ സംസാരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെപ്പോലുള്ള ഭൂരിപക്ഷം, അതായത് നോഗയുടെ പെട്ടകത്തിൽ വെല്ലെണ്ണാവുന്ന വ്യക്തികൾ മാത്രമേ കയറിയിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് കഥാപുസ്തകമായി തോന്നും. പക്ഷേ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ, അതിൻ്റേതൊക്കെയായിട്ടുള്ള വ്യാഖ്യാനം, അതുപോലെ നിങ്ങളുടെ ലൂസിഫർ എന്ന് പറയുന്ന ഫോസ്ഫറസ് തരുന്ന ഊർജ്ജം എന്താണ്? അതിലൊന്നും ഒരു അർത്ഥവുമില്ല. അതൊക്കെ ബൈബിള്, ദൈവം, അതിലൊന്നും ഒരു അർത്ഥവുമില്ല. അങ്ങനെയൊക്കെയാണല്ലോ. എന്നാൽ നിങ്ങൾ ഇപ്പോഴെന്ത് മനസ്സിലാക്കുന്നു? ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങളുടെ പ്ലാനും പദ്ധതിയും ഗൂഢതന്ത്രങ്ങളും പോരാട്ടങ്ങളുമൊക്കെ പരാജയപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള അവസ്ഥ തീർച്ചയായും വരുന്നുണ്ടല്ലോ. അതിന് സംശയമൊന്നുമില്ലല്ലോ. അത് യഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ എന്ത് മനസ്സിലാക്കുക? നിങ്ങൾ വളരെ തരം താഴ്ന്ന അവസ്ഥയിൽ, എൻ്റെ കട്ടിൻ്റെ താഴെ ഇരിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഇരിക്കുക മാത്രമാണോ? അല്ലാത്ത ഒരവസ്ഥയും കൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അത് യഥാർത്ഥ്യമാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ എത്ര ഭൂരിപക്ഷം വ്യക്തികൾ, ഇനിയിപ്പോൾ പോലീസിനെ തന്നെ നിങ്ങൾ പറഞ്ഞങ്ങ് മയക്കി, നിങ്ങൾ പറഞ്ഞല്ലോ, അതായത് എൻ്റെ ഒമ്മിനി വാനെ ഞാൻ ഉരുട്ടി ഞാനാണ് തള്ളി വെച്ചതെന്നുള്ള കാര്യം. എനിക്കത് പോലീസ് സ്റ്റേഷനിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. കോടതിയിൽ നേരിട്ട് അതിൻ്റെ ഒരു ഭാഗം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോണിൽ റെക്കോർഡ് ചെയ്ത് വീണ്ടും ആ എസ് ഐയുടെ അടുത്ത് ചെന്നിട്ട്, സാറേ എൻ്റെ ഒമ്മിനി വാന് ആരാണ് തള്ളി അങ്ങനെ ഇറക്കി കണ്ടെന്നൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് റെക്കോർഡൊക്കെ ചെയ്ത് കോടതിയിൽ കൊടുക്കാം. അതുമാത്രമല്ല, ഇവിടെ CA ദിവസം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീപ്പിൻ്റെ മുകളിൽ ഒരുത്തൻ ഒപ്പിട്ടു. അവനാരാണ്? അവൻ്റെ വീട്ടിൻ്റെ സൈഡിൽ കൂടെയാണ് താഴെ മരണം സംഭവിച്ചപ്പോൾ 500 വ്യക്തികൾ അത് വഴിപ്പോയത്. ഒരൊറ്റ വ്യക്തി എൻ്റെ വീട്ടിൻ്റെ, അവനല്ലാതെ വേറെ ഒരൊറ്റ വ്യക്തി, ഞാൻ ആ മുൻവാതിൽ തുറന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താണ്? 2 നീല കട്ടിംഗ് പ്ലെയറും കൊണ്ട് എൻ്റെ ഒമിനി വാൻ്റെ വയറെന്തോ കട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അത് അന്നത്തെ ദിവസമാണ് ഞാൻ അതിന് ക്ലാസ് ഫിറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, അവൻ തന്നെയാണ് അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? കേട്ടായിരുന്നോ 4 പ്രാവശ്യം. അതുമാത്രമല്ല, 4-ാം തീയതി 5-ാം തീയതിയാണ് പോലീസുകാർ ഇവിടെ വന്നിട്ടുള്ളത്. 45 ഹ്യൂമൻ ഡേവിഡ്സ് എന്നുള്ള അതിൽ തന്നെ ആ 4-5 മനസ്സിലാക്കുക. അതിൻ്റെ പ്രവർത്തന ഫലം അന്നത്തെ ദിവസം പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വീട് മാറ്റാൻ വേണ്ടി പറയുകയോ എന്തെങ്കിലും വൃത്തികെട്ട സ്വഭാവം അവർ കാണിക്കാതിരിക്കത്തില്ല. അപ്പോൾ ആ ഭാഷയ്ക്കാണ് ആ 4-5 എന്നുള്ള ദിവസം പോലീസ് ഇടപെട്ടതുകൊണ്ടാണ് വീണ്ടും എഴുതി കൂടുതൽ പ്രകോപനപരമായി ഞാൻ അവിടെ പെരുമാറിയെന്ന് മനസ്സിലാക്കുക. പോലീസുകാരെ സംബന്ധിച്ച് 4-5 ആരാണെന്ന് അറിയത്തില്ല. അതിനവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. അവർ അങ്ങനെ കട്ടിംഗ് പ്ലെയർ കൊണ്ട് വന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞെന്നുണ്ടെങ്കിൽ കാരണവശാലും അവനവിടെ ഒപ്പിടിക്കാൻ സമ്മതിക്കത്തുമില്ല. അവരെന്നോട് വളരെ ഡീസൻ്റായിട്ട് തന്നെ പെരുമാറിയിട്ടുള്ളത്. ഞാനാണ് ആ പോലീസ് ഓഫീസറുടെ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കുറച്ചും കൂടി എന്താ പറയുക, മോശമായ രീതിയിലൊക്കെ സംസാരിക്കേണ്ട ഒരു വ്യക്തിത്വമേ എനിക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
അതായിരിക്കാം അപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നു. പക്ഷേ എന്നോടിവിടെ വന്ന് പോലീസിൽ സംസാരിക്കുന്ന ആ രീതി ചിന്തിക്കരുത്. നാട്ടുകാരെ മൊത്തം വലിച്ചു കയറുക, പച്ചത്തറി വിളിക്കുക, അങ്ങനെയൊക്കെ ആരാണ് അനുവദിക്കുന്നത്? ദൈവം അനുവദിക്കുന്നുണ്ടോ? അപ്പോൾ പിന്നെ പോലീസ് ഓഫീസർ അനുവദിക്കുമോ? ഞാൻ പോലും അനുവദിക്കില്ലല്ലോ. പിന്നെ എന്നെ സംബന്ധിച്ച് മറ്റുള്ളവർ അത്രത്തോളം പോഷത്തരമായി വെറും വൃത്തിയായിട്ട് സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ ഞാനും അങ്ങ് വൈലൻ്റായിട്ട് സംസാരിച്ച് പോകുന്നതല്ല, ആഗ്രഹിച്ച് സംസാരിക്കുന്നതല്ല. ഏതായാലും ആ സംസാരമൊക്കെ ഞാൻ നിർത്തി. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കട്ടിൻ്റെ താഴെ ഇരിക്കുക, ഞാൻ പറഞ്ഞതുപോലുള്ള പ്രവൃത്തികൾ അങ്ങനെ അങ്ങ് ചെയ്യുക, അല്ല എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക, ദൈവം എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങൾ കാണിക്കുന്ന എല്ലാ പ്രവൃത്തിയും അങ്ങനെ കണ്ണുപൊട്ടനെ പോലെ അങ്ങനെ എൻ്റെ മുമ്പിലുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് കൃത്യമായി മാർഗ്ഗനിർദ്ദേശം തന്നിട്ടുള്ളത്. എന്താണ്? അങ്ങ് തമിഴ്നാട് ഉക്കാരെന്ന് പറയുന്ന വായെടുത്താൽ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന വ്യക്തിയോട് ജനനേന്ദ്രിയ തുല്യമാക്കെ ആയിട്ടുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് പോയി അങ്ങനെ തോണ്ടാൻ പോകത്തില്ല. അതുകൊണ്ട് ദൈവം അങ്ങനെ തോണ്ടാതിരിക്കാൻ വേണ്ടി, അങ്ങനെ മറുപടി പറയാതിരിക്കാൻ വേണ്ടി, അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ദൈവം അവിടെ സ്വപ്നത്തിൽ കൂടി കാണിച്ചു തന്നേ പറ്റൂ. അത് പറയുമ്പോൾ നിൻ്റെ ദൈവം ഇത്ര വൃത്തികെട്ട ദൈവമോ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ടാൻ പറഞ്ഞുകൂടെ. എൻ്റെ മകളോട് ഞാൻ ദർശനം കണ്ടപ്പോൾ അവിടുത്തെ ദർശനം കാണാൻ പറഞ്ഞു. അപ്പോൾ അവൾ കണ്ടതെന്താണെന്നറിയാമോ? ഓടയിൽ കിടക്കുന്ന ക്രിസ്തു. അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആ ഒരു മനോഭാവം ഉണ്ടാകും. വേറെ എത്രയോ ദർശനങ്ങൾ കാണാൻ വരുന്നു. അപ്പോൾ അവിടെ കൃത്യമായി ഓടയിൽ കിടക്കുന്ന ക്രിസ്തുവായി ദൈവത്തിനെ അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ അവസ്ഥ ആ കാട്ടിന് താഴെ ഇരിക്കുന്ന അവസ്ഥയാണെന്ന് മനസ്സിലാക്കുക. കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അത് തന്നെയാണ് എൻ്റെ യഥാർത്ഥ്യം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വലിയ ബാധകമാണെന്ന് മനസ്സിലാക്കുക. ഇതുപോലെ 1000 വീഡിയോ സംസാരിച്ചാലും ഓറസിക്സ് പോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് മലമൂത്ര വിസർജന കേന്ദ്രവുമായിട്ടുള്ള സംഭാഷണം അവർ ദിവസവും സംസാരിക്കുക. അത് അവരുടെ ഡ്യൂട്ടിയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, ഞാനിപ്പോൾ പറഞ്ഞ ആ കാര്യങ്ങളൊന്നും, ആ സ്വപ്നങ്ങളൊന്നും നിങ്ങൾ അംഗീകരിക്കില്ല. അതൊക്കെ ഞാൻ കള്ളത്തരം പറഞ്ഞു, അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങളെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതായി നിങ്ങൾ കരുതും. നിങ്ങൾ മനസ്സിലാക്കാനുള്ള, ഞാൻ അടുത്ത വീഡിയോ സംസാരിക്കുന്ന പോലീസിനെ കുറിച്ചാണ്. പോലീസിനെ കുറിച്ച് പറയുമ്പോഴും നിങ്ങളാ ഭാഗം, നിങ്ങൾ അവരുമായൊരു ബന്ധം വരും. ഞാൻ പോലീസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് തെറ്റാണെന്ന് അവർ തെളിയിക്കണം. തെറ്റാണെന്ന് തെളിയിക്കാത്ത പക്ഷേ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ച് സ്വപ്നത്തിൽ ചില കാര്യം പറഞ്ഞില്ലേ, കട്ടിൻ്റെ താഴേക്ക് ഇരിക്കുന്ന അവസ്ഥ, അത് യഥാർത്ഥ്യമാവും. അത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ, വേറെ പോകാൻ പിടിയില്ല. അപ്പോൾ നിങ്ങളും പോലീസുകാരും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന വീഡിയോ തെറ്റാണെന്ന് തെളിയിച്ച് തരണം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളോട് ഈ പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞതുപോലെ അല്ലല്ലോ പോലീസുകാരുടെ ഭാഗം. അവരുടെ ഭാഗത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള കാര്യം ഉണ്ടാവും. അല്ലാതെ ഇതുപോലെ പ്രത്യേക കാര്യങ്ങളൊന്നും അല്ല സംസാരിക്കുന്നത്. ഏതായാലും പോലീസുകാർ ഈ വീഡിയോ കേൾക്കും, കാര്യം എൻ്റെ ശത്രുക്കളെ അവർ ശ്രദ്ധയിൽപ്പെടുത്തും. അപ്പോൾ എനിക്ക് പോലീസുകാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു അരപ്പിരി ലൂസായ വ്യക്തിയായിട്ടൊക്കെ തോന്നും. പക്ഷേ നിങ്ങളെക്കുറിച്ച് ദൈവം എന്താണ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്? അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ പറയുന്ന കാര്യം കള്ളത്തരമാണോ, തെറ്റാണോ, ഭാവനയിൽ എന്തെങ്കിലും ഉരുട്ടിയോ പരത്തിയോ പറയുന്നതാണോ? നമുക്കൊക്കെ എങ്ങനെയൊക്കെ നോക്കിയിരുന്നാലും ഒരു 300-350 തരം തലച്ചോറേ ഉള്ളൂ. ജലാംശമൊക്കെ കഴിഞ്ഞതിന് ശേഷം ലോകത്തിൻ്റെ സമസ്തവും മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. ദൈവത്തിൻ്റെ കൃപാവരം അങ്ങനെ എല്ലാവർക്കും കിട്ടത്തില്ല. ഹൃദയം നുറുങ്ങിയവനും കർത്താവ് സമീപസ്ഥനാണ്. ദൈവം ചില കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടി എന്നെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അതൊരിക്കലും തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിക്കില്ല. നിങ്ങളും മനുഷ്യരാണ്. കാക്കി യൂണിഫോം അങ്ങോട്ട് ഊരി മാറ്റിക്കഴിഞ്ഞാൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, കുടുംബമുണ്ട്, പ്രാരാബന്ധമുണ്ട്, മനോവേദനയുമുണ്ട്, മറ്റുള്ളവർ വിഷമങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, പല വിധത്തിലുള്ള പോരായ്മകളുണ്ട്, ബലഹീനമായ വശങ്ങളുണ്ട്. എല്ലാം ശരി തന്നെയാണ് എന്നും പറഞ്ഞ് നിങ്ങൾ ഏതോ ഒരു അന്യഗ്രഹ ജീവി അങ്ങനെയൊന്നും അല്ലല്ലോ, മനുഷ്യനാണ്. അല്ല, എനിക്കാരും ആവത്തില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ആരെങ്കിലും ആവണമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ ആവത്തുള്ളൂ. ദൈവം നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി എന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഞാനത് പറയും. അതിൻ്റെ ഭവിഷ്യത്ത് എന്ത് തന്നെ ആയിരുന്നാലും, അത് ഉളമ്പാറയായിരുന്നാലും സെൻട്രൽ ജയിലായിരുന്നാലും അതിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അത്രമേൽ ദൈവത്തെ വിശ്വസിക്കുന്നു. ആ വിശ്വാസം തെറ്റാണെന്നുണ്ടെങ്കിൽ അത് സന്തോഷമേ ഉള്ളൂ. കാര്യം കുറേ വിശ്വാസത്തിൻ്റെ ചങ്ങലകൾ, വിലങ്ങുകളൊക്കെ എൻ്റെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറിക്കിട്ടും. അത് ഞാൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, അല്ല ഞാൻ സങ്കടപ്പെടുന്നത് എന്തിനാണ്? 1 മാസത്തിനുള്ളിൽ ആ വീഡിയോ തീർച്ചയായും ഉണ്ടാകും.